അടുത്ത് പോയപ്പോ വിവാഹം കഴിപ്പിച്ചു വെച്ചു. കാരണം എന്ത്? അയാള് നാട് വിട്ടു പോവാതിരിക്കാൻ വേണ്ടി. നമുക്കിന്ന് വിവാഹത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏതായാലും കൊല്ലം തങ്ങന്മാർക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലമായിരുന്നു എന്നുള്ളതും കൊല്ലത്തെ ജനങ്ങൾ തങ്ങന്മാരെ എങ്ങനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളതും ഈ വരീഹികൾ കണ്ടാൽ മനസ്സിലാവും സഹോദരങ്ങളെ. രണ്ടാമതായിട്ട് ഔലിയാക്കൾ എന്ന് പറയുന്നവര് അവര് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു യജ്തബീ ഇലൈഹി മൻ യശാ വ യഹ്ദീ ഇലൈഹി മൻ യുനീബ്. അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകളാണ് ഔലിയാക്കൾ. അല്ലാഹു യജ്തബീ ഇലൈഹി മൻ യശാ. ഒരുപാട് തരം ഔലിയാക്കളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് തരം ഔലിയാക്കൾ തഫ്സീറിൽ പറഞ്ഞു അന്നഹു തആല യജ്തബി മിൻ ഖൽഖിഹി മൻ യശാഉ ഇജ്തിബാഹ്. ഒരുപാട് ആളുകളെ അല്ലാഹു തആല തിരഞ്ഞെടുക്കുന്ന സഹോദരങ്ങളെ. എന്തിനാണ് ഇവിടെ ഇന്ന് കൂട്ടുപ്രാർത്ഥന? എന്തിനാണ് കൂട്ടുപ്രാർത്ഥന സഹോദരങ്ങളെ? ഇന്ന മിൻ ഉമ്മത്തി മൻ ലൗ ജാഹദകും യസലു ദീനാറൻ ലം യുതിഹി. എൻ്റെ ഉമ്മത്തികളിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും, ദീനാർ ചോദിച്ചാൽ അവനിക്ക് ആരും കൊടുക്കില്ല. വലൗ സഅലഹു ദിർഹമൻ ലം യുതിഹി. ദിർഹം ചോദിച്ചാൽ ആരും കൊടുക്കില്ല. വലൗ സഅലഹു ഫിർസൻ ലം യുതിഹി. ഫിർസ് ചോദിച്ചാൽ കൊടുക്കില്ല. ഫലൗ സഅലല്ലാഹുൽ ജന്നത അതാഹു ഇയ്യാഹു. അല്ലാഹുവിനോട് സ്വർഗം പോലും ചോദിച്ചാൽ കൊടുക്കുന്ന മനുഷ്യരുണ്ട്. അല്ലാഹു റസൂൽ അവരെ കുറിച്ച് പറഞ്ഞത് തിമ്രൈൻ, 2 കഷ്ണം തുണിയേ ഉണ്ടാവുള്ളൂ. അന്ന് കാലത്ത് തന്നെ ഒരുപാട് പ്രൗഢിക്ക് വേണ്ടി ഒരുപാട് തുണികളൊക്കെ ഇടുന്നൊരു 2 കഷ്ണം തുണിയുടെ ഉടമസ്ഥനാ. അവന്റെ നേരെ വാതിലുകൾ അടയ്ക്കപ്പെടും. ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിനോട് സ്വർഗം ചോദിച്ചാൽ കൊടുക്കപ്പെടും. ഇത് ഒരു തരം ഔലിയാക്കളാണിത്, ഒരു കൂട്ടം ഔലിയാക്കളാണ്.